ഹലോ എവരിവൺ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകൾക്ക് നിങ്ങൾ അപേക്ഷിച്ചോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിനെ കുറിച്ചും ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചും അതോടൊപ്പം പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ചും ഈ പരീക്ഷകൾക്ക് കേരള പി എസ് സി പുറത്തിറക്കിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിലിംസിന്റെ സിലബസ്, അതോടൊപ്പം നിങ്ങൾ ഡിഗ്രി അടിസ്ഥാന യോഗ്യത ഉള്ളവർക്കായുള്ള ഡിവിഷണൽ അക്കൗണ്ടന്റ് അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് ഒരു കോമൺ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് പ്രിലിംസ് നേടിയെടുക്കാൻ സാധിക്കുമോ, അതുപോലെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ കൊമേഴ്സ് ഒരു മെയിൻ സബ്ജക്ട് ആയിട്ട് പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ പൊതുവായ ചില സംശയങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിനെ കുറിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങളെല്ലാം വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിന്റെ ജോബ് പ്രോസ്പെക്ട്സ് എന്താണ്, അതുപോലെ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ്, അതോടൊപ്പം പോസ്റ്റ് ഡീറ്റെയിൽസ് എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ജോബ്സ്, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ തുടങ്ങിയ ഡീറ്റെയിൽസുകൾ. ഇനി ഇത്തരം എക്സാമുകളെ കുറിച്ച് പൊതുവായി നിലനിൽക്കുന്ന ചില മിത്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റ് ഡീറ്റെയിൽസിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കാറ്റഗറി നമ്പർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 724/2024 ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാറ്റഗറി നമ്പർ 723 മുതൽ 725 വരെ. ഓക്കെ, കാറ്റഗറി നമ്പർ 723 മുതൽ 725/2024 വരെയുള്ള പരീക്ഷകൾക്കും, അതോടൊപ്പം കാറ്റഗറി നമ്പർ 576/2024 അത് പി എസ് സി അതുപോലെ സെക്രട്ടേറിയറ്റ് മുതലായ ഓഫീസുകളിലേക്കുള്ള അസിസ്റ്റന്റ് അതുപോലെ ഓഡിറ്റർ പോസ്റ്റുകളാണ്. സോ ഇത്തരം എക്സാമുകൾ ഇതെല്ലാം ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. ഈ എക്സാംസിനെല്ലാം അപേക്ഷിക്കുവാനുള്ള അവസാന 2025 ജനുവരി 29 ആണെന്നുള്ള കാര്യം ആരും മറക്കരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാറ്റഗറി നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കും 724/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് നമ്മൾ പറഞ്ഞു ഡിവിഷണൽ അക്കൗണ്ടന്റ്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ബേസിക് പേ ആയിട്ട് 50,200 രൂപ മുതൽ നിങ്ങൾക്ക് 1,05,300 രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് ആണിത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ എക്സാമിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം നമ്മുടെ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ഈ ട്രെയിനിങ് പീരീഡിൽ നമ്മുടെ ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബേസിക് പേ തന്നെയായിരിക്കും. അവിടെ നമുക്ക് കൂടുതൽ അലവൻസുകളും കാര്യങ്ങളും കിട്ടണമെന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊപ്പം അലവൻസും കിട്ടും. അപ്പൊ നമുക്ക് ഇൻഹാൻസ് സാലറി കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസീസ് ഇതുവരെ നിലവിൽ ഉള്ള കണക്കനുസരിച്ച് ഒരു വേക്കൻസി ആണുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്പർ ഓഫ് വേക്കൻസീസ് മാറി വരാം. നമ്പർ ഓഫ് വേക്കൻസീസിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. തീർച്ചയായിട്ടും വേക്കൻസി കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ക്ലാസ്സോടെ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ബിരുദധാരിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എക്സാം സ്ലോട്ട് നിലവിലെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എക്സാം സ്ലോട്ട് 2025 മെയ് മുതൽ ജൂലൈ വരെ ആയിരിക്കും എക്സാം സ്ലോട്ട് ഉണ്ടാവുക. അപ്പോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2025 മെയ്യില് എക്സാം ഉണ്ടാകും എന്ന ഒരു ബോധ്യത്തോടെ അല്ലെങ്കിൽ എന്ന ഒരു ധാരണയോടെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും വലിയ സ്ട്രെസ് ഒന്നുമില്ലാതെ, ഒരുപാട് ഹരീസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ആ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയുടെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാറ്റഗറി നമ്പർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് 391/2021 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന 2021 ടോട്ടൽ ആപ്ലിക്കൻസിന്റെ എണ്ണം ഒന്ന് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. 2,39,861 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് 3/6/2023 മെയിൻസ് എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആണ് കേട്ടോ. പ്രിലിംസ് മെയിൻസും ഉണ്ട്. അതിൽ മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. പക്ഷേ ആ പ്രിലിംസ് ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നോക്കൂ. 2 ലക്ഷത്തിൽ പരം കാൻഡിഡേറ്റ്സ് എഴുതിയ ഒരു എക്സാമിന് പ്രിലിംസ് ക്ലിയർ ചെയ്തത് ആകെ 631 കാൻഡിഡേറ്റ്സ് മാത്രമാണ്. എത്രത്തോളം വലിയൊരു സ്ക്രീനിങ് പ്രോസസ് ആണ് അവിടെ നടന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ മെയിൻ
മെയിൻസ് അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 167 പേരാണ്. ആ 167-ൽ 17 പേരാണ് റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡഡ് ആയത്. ആ 17 പേർക്കും അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ വന്ന മുഴുവൻ ആൾക്കാർക്കും എന്ത് ലഭിച്ചു? അഡ്വൈസ് ലഭിച്ചു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡേറ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 1/10/2024 അന്ന് കട്ട് ഓഫ് 500-ൽ 219.2 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ പകുതി മാർക്ക് പോലും ഇല്ല കട്ട് ഓഫ്, അതിലും താഴെയാണ്. ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 23/10/2024 ലാസ്റ്റ് അഡ്വൈസ്. സോ ഇത്രയുമാണ് പ്രീവിയസ് അഡ്വൈസിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഒരു എക്സാമിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു എക്സാം നടക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു പ്രധാനപ്പെട്ട മാറ്റം കഴിഞ്ഞ വർഷത്തിൽ നിന്നും വന്നിട്ടുള്ളത്, കഴിഞ്ഞ വർഷം വരെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള എല്ലാ പരീക്ഷകൾക്കും ഒരു കോമൺ പ്രിലിംസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഡിവിഷണൽ അസിസ്റ്റന്റ് പോസ്റ്റിന് ഒരു പ്രത്യേക പരീക്ഷയാണ് നടത്തുക. ബാക്കിയുള്ള ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള എല്ലാ പരീക്ഷകൾക്കും ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ സിലബസ് PSC പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആ സിലബസും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് പരീക്ഷയുടെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു പ്രിലിംസ് ആയിരിക്കും ഉണ്ടാവുക. പ്രിലിംസിന്റെ സിലബസ് പുറത്തിറങ്ങി കഴിഞ്ഞു. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. പ്രിലിംസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസിൽ ക്വാളിഫൈ ആകുന്നവർക്ക് മെയിൻസ് പരീക്ഷ ഉണ്ടാക്കും. മെയിൻ പരീക്ഷ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. പ്രിലിംസിലായാലും മെയിൻസിലായാലും മേജർ 3 കോർ ഏരിയാസിൽ നിന്നാണ് ഏരിയാസ് ആണ്, അല്ലെങ്കിൽ 3 കോർ പേപ്പേഴ്സ് ആണുള്ളത്. അതിൽ പ്രിലിംസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും മെയിൻസ് എക്സാം. 3 പേപ്പേഴ്സ് ആണുള്ളത്. അപ്പൊ ഈ 3 പേപ്പേഴ്സും ക്വാളിഫൈ ചെയ്യുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും അവർക്ക് അഡ്വൈസ് നേടാൻ സാധിക്കും. അത് നമ്മൾ ഈ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം ക്വാളിഫൈ ആവുക എന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് 2 പേപ്പേഴ്സിന് സാധാരണ ഒരു ഉദ്യോഗാർത്ഥികൾ, അതായത് ക്വാളിഫൈ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയേക്കാൾ മാർക്ക് നമുക്ക് 2 പേപ്പേഴ്സിനുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ 3ാമത്തെ പേപ്പറിന് ക്വാളിഫൈ ആ ഒരു കട്ട് ഓഫ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പരീക്ഷയ്ക്ക് ഫെയിൽ ആവും. അതായത് കട്ട് ഓഫ് ടോട്ടൽ ആണ് എടുക്കുന്നതെങ്കിലും ഒരു പേപ്പറിന് നമുക്ക് ആ ഒരു പേപ്പർ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, ബാക്കി എല്ലാത്തിനും നല്ല മാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും നമുക്ക് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ചില വിഷയങ്ങൾ അതിന് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും എല്ലാ വിഷയങ്ങളും ക്വാളിഫൈ ചെയ്യാനാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, മാത്രമല്ല ഇതിന്റെ വാല്യുവേഷൻ സാധാരണ വിചാരിക്കുന്ന പോലെയല്ല. കാരണം മുൻവർഷത്തെ വിജയികളോട് ചോദിച്ചാലായിട്ട് മനസ്സിലാവും, അവർ വിചാരിച്ചിരുന്നതിനേക്കാൾ വളരെ കുറച്ച് മാർക്കാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ അതിനർത്ഥം എന്താണ്? വാല്യുവേഷൻ അത്രത്തോളം ടൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിന്റെ വാല്യുവേഷൻ അത്രത്തോളം ടൈറ്റ് വാല്യുവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പേപ്പേഴ്സ് നോക്കുമ്പോഴത്തേക്ക് പ്രിലിംസിന്റെ സിലബസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, കൊമേഴ്സ് 30 മാർക്കിന് മാത്രമേ, 100 മാർക്കിന്റെ പ്രിലിംസിൽ 30 മാർക്കിനാണ് കൊമേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ മാത്തമാറ്റിക്സ് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രധാനമായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോ ആ ഒരു ഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് പഠിക്കുകയാണെങ്കിൽ, സോ ആ ഒരു കൊമേഴ്സ് നിങ്ങൾക്ക് ആ ഒരു കൊമേഴ്സിലുള്ള ടോപ്പിക്സ് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഒരു കോച്ചിങ്ങോ എന്തെങ്കിലും കൂടെ വ്യക്തമായിട്ട് അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഓൾറെഡി ഡിഗ്രി ലെവൽ എക്സാംസിന് വളരെ തീവ്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അതിൽ തന്നെ എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് തീവ്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ കൊമേഴ്സ് പോർഷൻ കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ വളരെ അനായാസം നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് അഡ്വൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പ്രിലിംസ് നമ്മൾ ക്രാക്ക് ചെയ്താൽ മെയിൻസിലേക്ക് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ ഒരു അഡ്വൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അഡ്വൈസ് ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, സാധാരണ എക്സാം ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് അല്ല ഈ ഒരു എക്സാം. ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കുന്ന പരീക്ഷ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ്. ഓക്കെ, അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിരിക്കാം. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രിലിംസിന്റെ സിലബസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രിലിംസിൽ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുക. ഒന്ന്, ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് 30 മാർക്കിന്റെ ചോദ്യങ്ങൾ, എലമെന്ററി ബുക്ക് കീപ്പിംഗ് 30 മാർക്കിന്റെ ചോദ്യം, അരിത്തമെറ്റിക് മെൻസ്ട്രേഷൻ എലമെന്ററി ബട്ട് പ്രാക്ടിക്കൽ 40 മാർക്കിന്റെ ചോദ്യം. അങ്ങനെ ആകെ മുഴുവൻ 100 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക പ്രിലിംസിന്.
ഓക്കെ. അപ്പൊ അതില് നമ്മളിപ്പോ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട് 1. അപ്പൊ പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ നോളജും ജനറൽ ഇംഗ്ലീഷും ആയിരുന്നു. അതില് പാർട്ട് 1 നമുക്ക് രണ്ടായിട്ട് അതിനെ തിരിക്കാം. ജനറൽ നോളജ് എന്നും ജനറൽ ഇംഗ്ലീഷ് എന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ഹിസ്റ്ററി, 2 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അതിനുള്ളത്. പ്രധാനപ്പെട്ട ടോപ്പിക്സ്, മേജർ ടോപ്പിക്സ് മാത്രം നമുക്കൊന്ന് വായിച്ചു പോകാം. കാരണം എല്ലാ ടോപ്പിക്സും വായിക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അപ്പൊ നമുക്ക് ഒന്ന് കേരള, അടുത്തത് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്, അതിന്റെ സബ് ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. 3 വേൾഡ്, സബ് ടോപ്പിക്സ് വിസിബിൾ ആണ് സ്ക്രീനിൽ. അടുത്തത് ജിയോഗ്രഫി, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, ഇന്ത്യ, കേരള, ഇത്രയും ടോപ്പിക്സ് ആണ് അതിലുള്ളത്. സബ് ടോപ്പിക്സ് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം എക്കണോമിക്സ് 2 മാർക്കിന്റെ ചോദ്യം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് അത് സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. സിവിക്സിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യം, സ്ക്രീനിൽ അതിന്റെ സബ് ടോപ്പിക്സ് നൽകിയിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിനുശേഷം ആർട്സ്, സ്പോർട്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള ടോപ്പിക്സ് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആണ്. ഓക്കെ. അതിനുശേഷം ലിറ്ററേച്ചർ സബ് ടോപ്പിക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്, സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം കൾച്ചർ. ഓക്കെ, കൾച്ചർ കേരളയിലെ ഇമ്പോർട്ടന്റ് സെലിബ്രേഷൻസും കൾച്ചർ സെന്റേഴ്സും ആണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, 2 മാർക്കിന്റെ വെയിറ്റേജ്, അവിടെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോസ്, ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്. അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് 1 മാർക്കിന്റെ ചോദ്യം. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി, എൻവയോൺമെന്റൽ സയൻസ് എന്നിവയാണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ പാർട്ട് 1 എ പാർട്ടാണ് ജനറൽ നോളജ്. ഇനി ബി പാർട്ട് വരുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ 15 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. അപ്പൊ അതിന് സബ് ഡിവിഷൻസ് കാണാൻ പറ്റും. നൗൺ, ടെൻസ്, വെർബ്, അതേഴ്സ്, ഇങ്ങനെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്. നൗണ്, ടെൻസ്, വെർബ് ആൻഡ് അതേഴ്സ്. അതേഴ്സിൽ വരുന്ന പ്രോണൗൺസ്, അഡ്ജക്റ്റീവ്സ്, പ്രപ്പോസിഷൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ജംബിൾഡ് സെന്റൻസസ്, ഇത്രയുമാണ് വരുന്നത്. അപ്പൊ 3, 4, 4, 4, അങ്ങനെ ആകെ മൊത്തം 15 മാർക്കിന്റെ വെയിറ്റേജ് ആണ് പാർട്ട് ബി ഇംഗ്ലീഷിൽ, പാർട്ട് 1 ബി പാർട്ട് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 15 + 15 പാർട്ട് 1 30 മാർക്കിന്റെ ചോദ്യങ്ങളായി. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ്. 30 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് അപ്പ് ടു ട്രയൽ ബാലൻസ്. നെക്സ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ട്സ്, സെക്ടർ റിസർവ്, മൂന്നാമത്തെ മൊഡ്യൂൾ ആണ്. മൊഡ്യൂൾ 4 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്സ് ആൻഡ് ചെക്സ്. മൊഡ്യൂൾ 5 പോർഷൻസ് റിലേറ്റിംഗ് ടു വോയേജ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓരോ മൊഡ്യൂൾസിനും ആകെ 10 മൊഡ്യൂൾസ് ആണുള്ളത് കേട്ടോ. ആ 10 മൊഡ്യൂൾസിനും ഓരോ മൊഡ്യൂളിനും 3 മാർക്കിന്റെ വെയിറ്റേജ് വീതമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം 30 മാർക്കിന്റെ 10 × 3 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓക്കെ. അപ്പൊ അതിന്റെ സബ് ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അടുത്തത് 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സെൽഫ് ബാലൻസിംഗ് ലെഡ്ജേഴ്സ്, ക്യാപിറ്റൽ റവന്യൂ അക്കൗണ്ട്സ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്സ്, ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ്, അത് മൊഡ്യൂൾ 7. ദെൻ മൊഡ്യൂൾ 8 മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി. മൊഡ്യൂൾ 9 കോസ്റ്റ് അക്കൗണ്ട്സ്. മൊഡ്യൂൾ 10 ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അപ്പൊ ഇങ്ങനെ ആകെ 10 മൊഡ്യൂളിൽ നിന്നും 3 മാർക്കിന്റെ വീതം ചോദ്യങ്ങൾ. അങ്ങനെ ആകെ മൊത്തം 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ട് 2 നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി പാർട്ട് 3 പോവുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്, അരിത്തമെറ്റിക്സ് ആൻഡ് മെൻസുറേഷൻ. 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. സിലബസ് നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം, മൊഡ്യൂൾ 2 പോളിനോമിയൽസ്, 3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, 4 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, 5 സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്, 6 arithmetic progression, 7 profit, loss and discounts, 8 ratios and proportions, module 9 percentage, module 10 simple and compound interest, module 11 statistics, 12 mathematics in commerce, 13 circles, 14 triangles and quadrilaterals, 15 solids, 16 similar and congruent triangles, 17 trigonometry, 18 coordinate geometry, 19 time, speed, distance and work, and module 20 sets. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് മാത്തമാറ്റിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അപ്പോ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും കൂടുതൽ പല കാര്യങ്ങളിലും ഡൗട്ട് ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സംശയങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈസ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാ ഡൗട്ട്സിനും ഉള്ള റിപ്ലൈസ് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ എങ്ങനെ ഈ ഒരു പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും സ്ട്രാറ്റജിയും തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സംശയങ്ങൾ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSയുടെ വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.